ഏറ്റവും ടഫായ ഒരു ചോദ്യം ആശയവിനിമയത്തിലൂടെ എല്ലാം തീർക്കണം. ഈ 3 പേരിൽ അങ്ങയുടെ മനസ്സിലായിരിക്കും? അല്ല, എല്ലാ കാലഘട്ടത്തിലും അരുൺ ചോദിക്കുന്ന ചോദ്യം ടഫാണെന്ന് എനിക്കറിയാം കേട്ടോ. കേട്ടോ, ഏറ്റവും നല്ല ടഫായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ആരാണ്. അതുകൊണ്ട് അരുണിന്റെ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതൊരു വിവാദത്തിന് തയ്യാറല്ല. എന്റെ അഭിപ്രായം പാർട്ടിക്കുള്ളിൽ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിക്കുള്ളിൽ പറയും. അത് വിട്ടിട്ട് കാര്യം വിവാദം പാടില്ല എന്ന് ഏറ്റവും ആദ്യം പറഞ്ഞ ഒരാളാണ് ഞാൻ. അത് അരുൺ എന്നെ അംഗീകരിക്കും. അതുകൊണ്ട് ടഫായ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ ടഫായിട്ട് തന്നെ പറയുന്നു. ഞാൻ പാർട്ടിയിൽ പറഞ്ഞു. ഒരു കാര്യം കൂടി ശ്രീ ബെന്നി ബെഹനാൻ, എന്തായാലും സണ്ണി ജോസഫ് മന്ത്രിസഭയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഒറ്റ കാര്യം കൂടി, സണ്ണി ജോസഫ് മന്ത്രിസഭയിലേക്ക് എത്തും. അപ്പോൾ സ്വാഭാവികമായും KPCC നേതൃസ്ഥാനം മറ്റൊരാൾക്ക്, വളരെ സീനിയറായ, അനുഭവ സമ്പത്തുള്ള, പരിചയസമ്പന്നരായ ഒരാൾക്ക് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നിലവിൽ 2-3 പേരുടെ പേരൊക്കെ പരിഗണിക്കുന്നതായിട്ട് എനിക്കറിയാം. പക്ഷെ അതിൽ ഇപ്പോൾ ഏകദേശം തത്വത്തിൽ തീരുമാനമായിരിക്കുന്നത് അങ്ങയുടെ പേരാണെന്നൊക്കെ കേട്ടു. എനിക്കറിയില്ല, കാര്യം പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ എൻ്റെ ചോദ്യം, നിലവിൽ വിജയിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ വളരെ വെല്ലുവിളി നിറഞ്ഞൊരു ഘട്ടത്തിലാണ് അങ്ങാണെങ്കിൽ ഈ പാർട്ടി ഏറ്റെടുക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു ഉത്തരവാദിത്വം അങ്ങയുടെ ചുമലിലേക്ക് വന്നാൽ സന്തോഷപൂർവ്വം അങ്ങ് അത് ഏറ്റെടുക്കില്ലേ? ഞാൻ 2 വശമുണ്ട് നിങ്ങളുടെ ചോദ്യത്തിന്. 2 കാര്യം ഞാൻ മറുപടി പറയാം. ഒന്ന്, ഇപ്പോൾ KPCC പ്രസിഡന്റ് ചർച്ച ഇപ്പോൾ പാർട്ടിയുടെ തലത്തിലില്ല. പാർട്ടി തലത്തിൽ അങ്ങനെ ഒരു ചർച്ച വരുമ്പോൾ സ്വാഭാവികമായ അഭിപ്രായം പറയും. പിന്നെ ഒരു ഉത്തരവാദിത്തം പാർട്ടി ഏൽപ്പിച്ച, ഞാൻ ഒന്നുകൂടി പറയുന്നു, എന്നെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഏത് ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, എന്നിൽ നിന്നും എനിക്ക് അവസരങ്ങൾ നിഷേധിച്ചപ്പോൾ, എന്നിൽ നിന്നും സ്ഥാനങ്ങൾ എടുത്തു മാറ്റിയപ്പോഴും സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഉത്തരവാദിത്തം തരുമ്പോഴും ഉത്തരവാദിത്വം നീക്കം ചെയ്യുമ്പോഴും രണ്ടും ഒരു മനസ്സോടെ, ഒരു മാനസികാവസ്ഥയോടെ നോക്കിക്കാണാൻ കഴിഞ്ഞു എന്നതാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പാർട്ടിയെ ഞാൻ പാർട്ടിയെ ഞാൻ ബഹുമാനിക്കുന്നു. പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും, ഏത് ഉത്തരവാദിത്വവും ഞാൻ നിറവേറ്റും. ഉത്തരവാദിത്വം തന്നില്ലെങ്കിലും എൻ്റെ ഉത്തരവാദിത്വം പാർട്ടിയെ സേവിക്കുന്നതാണ്. ആ സേവനവുമായി ഞാൻ മുന്നോട്ട് പോകും. ഓക്കെ, താങ്ക് യു ശ്രീ ബെന്നി ബെഹനാൻ. നിയുക്ത KPCC അധ്യക്ഷനായിട്ടൊക്കെ വരട്ടെ. കേരളത്തിൽ അങ്ങയുടേതായ ഇടപെടലുകൾ പല ഘട്ടങ്ങളിലും ആവശ്യമുള്ള ഒരു സന്ദർഭം കൂടിയാണ്. താങ്ക് യു ശ്രീ ബെന്നി ബെഹനാൻ. താങ്ക് യു.